ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു മൺഡേ എത്തിയിരിക്കുകയാണ്, നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ മൺഡേ മോട്ടിവേഷനെ ഞാൻ മുടക്കിയിട്ടില്ല, ഞാൻ വന്നിട്ടുണ്ട്. സമയം കുറച്ച് കിട്ടി, ആ സമയത്ത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ആലോചിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് കല്യാണം ഒരു മസ്റ്റായിരുന്നു. വിവാഹം കഴിച്ച ഒരു പ്രായമാകുമ്പോൾ എന്താ പറയുക, ഒരു 18 വയസ്സ് തൊട്ട് തുടങ്ങുന്ന പ്രായം ഉണ്ടായിരുന്നു. 18 കഴിഞ്ഞ് 19 ആകുമ്പോഴത്തേക്ക് കല്യാണം ആയില്ലേ, കല്യാണം കഴിപ്പിച്ചോ, ഇങ്ങനെ അച്ഛനമ്മമാരോട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ 20-21 വയസ്സ് 22 എന്നൊക്കെ പറഞ്ഞാൽ വളരെ താമസിച്ചാണ്. ഒരു 10-21 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നാണ്. കല്യാണം ആയില്ലേ, കല്യാണം കഴിച്ചില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അങ്ങനെ കല്യാണം കഴിച്ച കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ ജനറേഷൻ അങ്ങനെയായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ചതൊരു അബദ്ധമായി പോയോ എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ കാലത്ത് അങ്ങനെയാണ് രീതികൾ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ജനറേഷൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കല്യാണമേ കഴിക്കണ്ട. കല്യാണ കാര്യം പറയുമ്പോൾ അവർ പറയും, അത് മാത്രമല്ല കല്യാണത്തിൻ്റെ പീരീഡ് ഓഫ് ടൈമും മാറിയിട്ടുണ്ട്. 25 വയസ്സ് മുതലാണ് സ്റ്റാർട്ടിങ്. 25, 27, 28, ഈവൻ 30 കഴിഞ്ഞാലും കല്യാണം കഴിക്കാം, പ്രശ്നമില്ല. എൻ്റെ മകളുടെ കല്യാണം പോലും 25, മോൾക്ക് 25 ഇയേഴ്സ് ആയിരുന്നപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത്, അപ്പോൾ എൻ്റെ കല്യാണം നടക്കുമ്പോൾ ഐ വാസ് ജസ്റ്റ് 22. അപ്പോൾ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറുന്നു. പക്ഷേ ഇപ്പോൾ അതുമല്ല അവസ്ഥ, കല്യാണമേ വേണ്ട. ഓക്കെ, കല്യാണ കാര്യം പറയുമ്പോൾ കുട്ടികൾ പറയും ഒന്നുമില്ല, കല്യാണം ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കരിയറാണ്. കരിയർ എന്ന് പറയുമ്പോൾ കരിയറായി, ജോലി, പഠനം, ജോലി, അത് കഴിഞ്ഞിട്ട് അവർ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ സെറ്റിൽ ചെയ്യാം, നോക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ പേരൻസൊക്കെ കുറേ പേർക്കൊക്കെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. കുട്ടികളൊക്കെ നമ്മൾ പഴയ ചിന്തകൾ വെച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ടെൻഷനാണ്, അങ്കലാപ്പാണ്. അയ്യോ, കുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താകും അവരുടെ ഫ്യൂച്ചർ, അവരുടെ കാര്യത്തിലൊരു സേഫ്റ്റി എങ്ങനെയാണ്. അപ്പോൾ അച്ഛനമ്മമാരുടെ ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചിന്താഗതി തന്നെയാണ്. ഒരാളെ പിടിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിലേ അവരുടെ ലൈഫ് സെക്യൂർഡ് ആവുള്ളൂ എന്നൊരു തോന്നലാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവർ ലൈഫ് സെക്യൂർഡ് ആകണം, അവർക്ക് കുട്ടികളുണ്ടാകണം, അടുത്ത ജനറേഷൻ ഉണ്ടാകണം, അവരുടെ ലൈഫ് ഒരു യൂണിറ്റായി മാറണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ചിന്തകൾക്കൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. അതാണ് സത്യാവസ്ഥ. കാരണം കുറേ പാരൻസിനൊക്കെ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ആഗ്രഹിച്ച് കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്തുമാത്രം ട്രാജഡീസാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, കാണുന്ന കാഴ്ചയല്ലേ. പണ്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാലും ഡിവോഴ്സ് റേറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. കുറേയൊക്കെ സഹിച്ച് ക്ഷമിച്ചൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് ആൾക്കാർ. എങ്കിലും ഇതുപോലുള്ള വയലൻസ് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കല്യാണം കഴിപ്പിച്ച് പൈസയും സ്വർണവും ഒക്കെ കൊടുത്തു വിടുന്ന സ്ഥലങ്ങളിലും പ്രശ്നം, കൊടുക്കാത്ത സ്ഥലത്തും പ്രശ്നം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും ഇത്തരം എന്താ പറയുക, പീഡനങ്ങളും ഡെത്തും സൂയിസൈഡും കൊലപാതകവും എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് അറിയാലോ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. വളരെയധികം മോശമായിട്ടുള്ളൊരു ഈ ഡ്രഗ്സിൻ്റെ അതിപ്രസരം കൊണ്ട് സംഭവിക്കുന്നത്. പിന്നെ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, പ്രണയം നല്ലത് തന്നെയാണ്. പ്രണയിച്ച് കമിതാക്കളായിട്ട് പോകുന്നവർ, അതിനകത്ത് തന്നെ ടോക്സിക് റിലേഷൻസ്. ഇപ്പോൾ പ്രണയിക്കുന്നവരുടെ ഇടയിലും ടോക്സിക് ആകുന്നുണ്ട് കാര്യങ്ങൾ, കല്യാണം കഴിച്ച് ജീവിക്കുന്നവരിലും ടോക്സിക് ആയിട്ടുള്ള മാരേജ് റിലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ പയ്യന്മാരോ പെൺകുട്ടികളോ എന്താണെങ്കിലും വൈസ് വേഴ്സ. ഓക്കെ, കൂടുതലും ആണുങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ടോക്സിക് റിലേഷനിൽ കൂടുതൽ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് നമുക്ക് തന്നെ തോന്നും. എന്തിനാണ് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച്, അതിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇപ്പോൾ പ്രയോറിറ്റി എന്താണ്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല. അവർക്ക്, എനിക്കറിയുന്ന ഒരുപാട് കേസിൽ പയ്യന്മാർക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്, നല്ല വെൽ സെറ്റിൽഡ് പയ്യന്മാരാണ്. പക്ഷേ ഗേൾസ് വില്ലിങ് അല്ല, അവർക്കാർക്കും കല്യാണം വേണ്ട. അവരെന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അങ്ങനത്തെ ഒരു സിനാരിയോ ആയി. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കാലഘട്ടം മാറി. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, പിന്നെ എന്താ പറയുക, സാമ്പത്തികം എല്ലാമാണ്. ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോകും, ഒരാൾ ജോലിക്ക് പോകില്ല. അപ്പോൾ ആ കോൺസെപ്റ്റേ മാറി. ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി അച്ഛനാണ്. ഹൗസ് മേക്കർ എന്ന് പറയുന്നത്, ഹോം മേക്കർ ഇസ് ദ മദർ. അങ്ങനെയൊക്കെയല്ലേ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ നമ്മളൊക്കെ പണ്ട് തൊട്ട് ഇങ്ങനെ മനസ്സിൽ പതിപ്പിച്ച കാര്യങ്ങൾ. ഇപ്പം അങ്ങനെയല്ല, രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. പിന്നെ ഈ ഒരു കുറച്ച് കാലം മുമ്പ് തന്നെ അങ്ങനെയാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്, രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, വീട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, വീട്ടിനകത്തുള്ള ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ ഒരു കാലഘട്ടം. ഇപ്പോൾ ആ കാലഘട്ടവും കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ എല്ലാം ഇഷ്ടംപോലെ പൈസയുണ്ട്, അവർ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, മിടുക്കരാകുന്നു, പുറം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സിൽ പോകുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അവർ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ പിന്നെന്താ പറയുക, ചില ആൾക്കാർക്ക് ലിവിങ് ടുഗെദർ അങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്സുമായിട്ട് പോകുന്നതാണ് ഇഷ്ടം. ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. അത് അങ്ങനെ പല ചിന്തകളാണ്.
ഓരോ ആൾക്കാർക്കും. ഇതൊന്നുമില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു, ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, യാത്രകൾ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, അവർ പൈസ സമ്പാദിച്ച് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റ്സൊക്കെ മേടിക്കുന്നു, അങ്ങനെ എന്താ ചെയ്യാൻ പറ്റാത്ത നല്ല കാറ് വാങ്ങിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരെയും ഭയക്കാണ്ട്, ആരെയും പ്ലീസ് ചെയ്യാണ്ട്, ആരുടെയും അനുവാദവും സമ്മതവും വാങ്ങാതെ ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ സൊസൈറ്റി ഇപ്പോൾ ആർക്കും പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാര്യങ്ങൾ. പണ്ടൊക്കെ സൊസൈറ്റി എന്ത് പറയുന്നുള്ളൊരു പേടിയായിരുന്നു. ഇനി അങ്ങനത്തെ പേടിയും വേണ്ട. പണ്ടൊക്കെ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുന്നത്. അച്ഛനമ്മമാർ പറയും, ഓ കുട്ടികളെ നാട്ടുകാരെന്ത് പറയും, നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി. ഇപ്പം അങ്ങനെയില്ല. അങ്ങനെ പറയുന്നെങ്കിൽ പറയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഞാൻ പോലും ഒരു 7 വർഷം മുന്നേ ചിന്തിച്ചിരുന്ന രീതി തന്നെ വേറെയാണ്. ഞാൻ ഒരു കാലത്ത് ഒരു 7 years ബാക്ക് ഐ യൂസ് ടു തിങ്ക്, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ അങ്ങനെയായിരുന്നു. കാര്യം ഞാൻ അന്നൊരു എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ ചിന്താഗതിയും വളരെ സങ്കുചിതമായിരുന്നു എന്ന് തന്നെ പറയാം. ഇത്തരം രീതിയിൽ ഒരു കല്യാണം കഴിപ്പിച്ച് സെറ്റിൽ ഡൗൺ ചെയ്യിക്കണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. പിന്നെ കുട്ടികൾ സേഫായിരിക്കണം. പ്രേമബന്ധങ്ങളിലൊക്കെ പെട്ടുപോയാൽ അവർ ആരാണെങ്കിലും ഞാൻ കാണുന്ന എനിക്ക് അതൊക്കെ ഒരു ആങ്സൈറ്റി ആയിരുന്നു. അത് അവർക്ക് ചിലപ്പോൾ നല്ലതാവില്ല. അത് അവർക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്താൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ ഉണ്ടാകും. അച്ഛനമ്മമാർ സെലക്ട് ചെയ്താലാണ് കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ എനിക്കും. അവരൊരിക്കലും ചീത്തയാവാൻ പാടില്ല. അവരങ്ങനെ നല്ല പ്യുവറായിട്ടുള്ള കുട്ടികളായിട്ട് വളരണം, കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അങ്ങനെ ഒരു നല്ല ഹാപ്പി ലൈഫ് ഉണ്ടാകും. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ വേറൊരു കാലഘട്ടത്തിലൂടെ അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ എൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ്റെ ലൈഫ് അവരെങ്ങനെ പോകണമെന്ന് ഞാൻ കണ്ടു പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളായിട്ട് തന്നെ ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളാകുമ്പോൾ എൻ്റെ ചിന്താഗതികളും കുറച്ചുകൂടി വിശാലമായിട്ടുണ്ട്. ഞാനും ഇപ്പോൾ കുറച്ചുകൂടി വിശാലമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതൊരു അൾട്ടിമേറ്റ് ഒന്നുമല്ല. കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, പക്ഷെ അതായിരിക്കരുത് ടാർഗറ്റ്. പഠിക്കുക, അവർക്കൊരു കരിയർ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. വിവാഹമല്ല എൻഡ്. പിന്നെ വിവാഹം ഇതിനകത്ത് നല്ല ബന്ധങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ലതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. കാര്യം അവരവർ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അവരവർ മനസ്സിലാക്കി ആളെ കണ്ടെത്തി അവർക്ക് കമ്പാറ്റബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണെങ്കിൽ അവിടെ ജാതിയോ മതമോ വേറെ കാര്യങ്ങളോ ഫാമിലി സ്റ്റാറ്റസോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവിടെ അവർ തമ്മിൽ ജീവിക്കേണ്ട രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കമ്പാറ്റബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. സ്വഭാവങ്ങൾ തമ്മിലുള്ളൊരു ചേർച്ച അതില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. കുറേ പണമുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ്, വലിയ ജോലിയാണ്, അല്ലെങ്കിൽ വെൽ പ്ലേസ്ഡ് ഇൻ വലിയൊരു വിദേശ രാജ്യത്താണ്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഹൈ പൊസിഷനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തമ്മിലുള്ള ചേർച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര എന്താ പറയുക, വലിയ തറവാടികളാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ്. തറവാടികൾ ഓക്കെ, നല്ല വീട്ടിൽ വളരുന്ന കുട്ടികൾ നന്നായിട്ട്, അച്ഛനമ്മമാർ നന്നായിട്ട് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന കുട്ടികൾ ജനറലി സ്പീക്കിംഗ് നന്നായിട്ട് വളരും. പക്ഷേ അതൊന്നും എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നിനും ഒരു ജനറലായിട്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. വീട്ടുകാർ മാത്രമല്ല, ഇപ്പോൾ പിയർ സൈക്കോളജി ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികളെ പഠിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവരവരുടെ ഫ്രണ്ട്സിനോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്വാധീനത്തിലും പല കാര്യങ്ങളും സംഭവിക്കുക. അപ്പോൾ അച്ഛനമ്മമാർക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിലോ അവർക്ക് മോണിറ്റർ ചെയ്യുന്നതിലോ ഒക്കെ പരിധികളുണ്ടാകും. പക്ഷേ ഇതൊന്നും ഒരു ജനറൽ റൂളല്ല. നല്ലതും ചീത്തയും എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു സ്ട്രിക്റ്റ് ഫോർമുലയൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സെലക്ട് ചെയ്യുമ്പോഴും പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരു കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കാവുള്ളൂ. പിന്നെ റിലേഷൻഷിപ്സ് തന്നെ ടോക്സിക് ആയി കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാതെ ഏറ്റവും എളുപ്പത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട ഹെൽപ്പ് നേടണം. അതാരോടും പറയാതിരിക്കാണ്ട്, സീക്രട്ടായിട്ട് വയ്ക്കാണ്ട്, അല്ലാണ്ട് നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണം അത് വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ട് സേഫ് ആകാൻ നോക്കുക. അത് ഒരിക്കലും അത് കമ്മിറ്റഡ് ആയിപ്പോയി അതുകൊണ്ട് ഇതിൽ തന്നെ അങ്ങ് നിന്നേ പറ്റുള്ളൂ, ഇത് കല്യാണം കഴിയുമ്പോൾ ശരിയാകും പിന്നെ ശരിയാകും എന്ന് പറഞ്ഞ് കൊണ്ടുപോകരുത്. എപ്പോഴാണോ അത് സ്റ്റോപ്പ് ഇടേണ്ടത്, എവിടെ സ്റ്റോപ്പ് ഇടണം, ഫുൾ സ്റ്റോപ്പ് ഇടണം, അവിടെ സ്റ്റോപ്പ് ഇടുക. ചിലപ്പോൾ അത് വളരെ വയലൻ്റായിട്ട് അതിനുള്ള എന്താ പറയുക, നിർത്തിപ്പോകുമ്പോൾ തേച്ചിട്ട് പോയിന്നോ അല്ലെങ്കിൽ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് കമ്മിറ്റഡ് ആയിരിക്കുന്ന ആൾ ഒരുപക്ഷെ സഹിയിട്ടിട്ടായിരിക്കുമല്ലോ വേണ്ടാന്ന് വയ്ക്കുന്നത്, പക്ഷേ ഭയങ്കര റിവെഞ്ച്ഫുള്ളായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ചെയ്യണം, ബട്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. പിന്നെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം
അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്, ഞാൻ ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകളും കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ പേരൻസ് അങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. അവരെ പഠിപ്പിക്കുക, നന്നായിട്ട് പഠിപ്പിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു കരിയറിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. അവർ ചൂസ് ചെയ്യുന്ന കരിയർ ആയിരിക്കണം. ഇപ്പോൾ ഒരു എന്താ പറയുക, എൻജിനീയർ, ഡോക്ടർ, ഇങ്ങനെ IAS ഇങ്ങനെ ആ ഗ്രേഡിൽ മാത്രമേ ജോലിയുള്ളൂ എന്നുള്ളതല്ല. അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് ഏത് പ്രൊഫഷനാണ് ഇഷ്ടം, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ മ്യൂസിക് വഴിയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു അനിമേഷൻ ജോബിലായിരിക്കും അവർക്ക് ഇഷ്ടം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് സംരംഭക ആവാനായിരിക്കും ഇഷ്ടം. എന്താണ് അവരുടെ ഇഷ്ടം, എന്താണ് ഒരു ഫാഷൻ ഡിസൈനിങ് ഒരു കോഴ്സ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എവിടെയാണ് അവർ രക്ഷപ്പെടുന്നതെന്ന് പറയാറില്ല. അവർക്ക് പാഷനുള്ള സാധനം എന്താണോ അത് ചെയ്യാൻ സമ്മതിച്ചാലേ അവർ വിചാരിക്കുന്ന ലെവലിലേക്ക് അവർ ഉയർന്നു വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കും നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി, പക്ഷേ എന്താ പറയുക, റിസൾട്ട് കിട്ടില്ല, അവർക്കതിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല, അവരതൊരു ഹാഫ് മൈൻഡിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സന്തോഷത്തോടെ ആയിരിക്കില്ല, അവരതിനോടൊരു പൂർണ്ണമായ ജസ്റ്റിസ് കൊടുക്കില്ല. അപ്പോൾ ഈ സ്വന്തമായിട്ട് അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ തന്നെ അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് കല്യാണം വേണ്ടാന്നുണ്ടെങ്കിൽ യാതൊരു നിർബന്ധവും ചെയ്യാൻ പാടില്ല. കല്യാണം കഴിക്കണം എന്ന് അവർക്ക് തോന്നുമ്പോൾ, അവർ ചൂസ് ചെയ്യുന്ന ആൾ മതിയെന്ന് തോന്നുമ്പോൾ അതിന് നമ്മളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് നോക്കിയിട്ട് അത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ, നമ്മുടെ കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനങ്ങ് വിട്ടോളൂ. എനിക്ക് ഒരുപാട് പേരെ അറിയാം, കുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർക്കാണ് ആങ്സൈറ്റി. എന്ത് ചെയ്യും, കല്യാണം കഴിപ്പിക്കുന്നത്, എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നത്, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരത് മെൻ്റലി പ്രിപ്പയർഡ് ആവണമെങ്കിൽ മതി. അവർക്ക് നല്ല സാലറി ജോബാണ്, അവർക്ക് നല്ല ഫ്രീഡമുണ്ട്, അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ഫ്രണ്ട്സുമായിട്ട് ഹാങ് അറൗണ്ട് ചെയ്യുന്നുണ്ട്, അവർ ഹാപ്പിയാണ്, അവർ സേഫാണെന്നുണ്ടെങ്കിൽ അവർ ഏതിലാണോ ഹാപ്പി അതിന് നിന്ന് കൊടുക്കുക. നമ്മൾ അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളവരെ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ അവരുടെ എനിമിയായി മാറാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ കോളേജിലായിരുന്ന സമയത്ത് അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്നോട് ആർക്കും ഒരു വിരോധം ഉണ്ടാവില്ലായിരുന്നു. ഞാനങ്ങനെ പിന്നീട് ആലോചിക്കുകയാണ്. അവർക്ക് അപ്പം എൻ്റെ കോൺസെപ്റ്റ് അതാണ്, അവർ നല്ലതായിട്ടിരിക്കട്ടെ, അവർക്കൊന്നും പറ്റരുത്, അവരെ സേഫാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്ന പോലെ, അവരൊരു പാരൻറ്റിനെ പോലെ ഞാൻ സ്വയം എന്നെ അവരോധിച്ചിട്ടാണ് ഓക്കെ ഞാൻ എൻ്റെ കുട്ടികളെ പോലെ ഞാൻ സംരക്ഷിക്കണം എന്ന് വെച്ചു. പക്ഷേ അത്തരം സ്ട്രിക്ട്നെസ് ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായി. കാര്യം അത് അവരുടെ ലൈഫാണ്, അത് അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്കതിൽ വലിയ സേയൊന്നുമില്ല. നമ്മൾ എതിർക്കും തോറും നമ്മളോട് അവർക്ക് ഇഷ്ടക്കേടേ ഉണ്ടാവുള്ളൂ. അത് പാരൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിമാണ് അവസ്ഥ. ഇപ്പോൾ ടീച്ചേഴ്സിനോടാണെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ പഴയ ഒരു ഗുരുശിഷ്യ ബന്ധമല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സും കുറേ വ്യത്യസ്തരായിട്ടുണ്ട്. ഇപ്പോൾ അവരും കാലത്തിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഒരുപാട് പാരൻസ് കാലത്തിനനുസരിച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ പോയാലേ കാര്യങ്ങളുള്ളൂ. കുട്ടികളുമായിട്ട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. അവരുടെ ഇഷ്ടം എന്താണോ, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒന്ന് മോണിറ്റർ ചെയ്യുക, അവരുടെ ഇഷ്ടം നല്ലതാണെന്ന് അവരും കൂടി ഉറപ്പാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നീടൊരു കാലത്ത് റിപ്പൻറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ. എന്തായാലും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ആരെയും നിർബന്ധിക്കേണ്ട. കല്യാണം ഒരു അൾട്ടിമേറ്റ് എയിമല്ല. പഠിപ്പിക്കുന്നതും കുട്ടികൾക്കൊരു പ്രൊഫഷനിലെത്തിക്കുന്നതും അവരുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വിവാഹത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഫൈനലി എനിക്ക് പറയാനുള്ളത്. അത് അവരവരുടെ ചോയ്സാണ്. അപ്പം ഇതെൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം തന്നെ പണ്ടത്തെ അഭിപ്രായമല്ല, ഇപ്പോഴത്തെ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു അഭിപ്രായമായി മാറി. ഇനി നാളെ ഒരു കാലത്ത് എങ്ങനെയാണ് മാറാൻ പോകുന്നത് എനിക്കറിയില്ല. എൻ്റെ കറൻറ്റ് സിനാരിയോ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ഫോറമാണ്. ഇത് ഞാൻ ആരെയും എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. ഇറ്റ്സ് മൈ ഓപ്പൺ തോട്ട്സ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാനിങ്ങനെ ചിന്തിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.